ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ റാന്നിയിൽ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണനാണ് നിയമസഭാ ഇലക്ഷനിലേക്ക് തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ഇന്ന് അദ്ദേഹം ഞങ്ങളുടെ ഇവിടെ മണ്ണടിശാലയിൽ വരികയുണ്ടായി. ഞങ്ങൾ യഥോചിതം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. അവിടെ കാണാൻ കഴിഞ്ഞത് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു വ്യക്തിയെയാണ്. ഞാൻ എൻ്റെ MLA നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അതിനാണ് ഞാനിപ്പോൾ വന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി 2 ഫോട്ടോസ് ഇവിടെ കാണിക്കാം. ഒന്ന്, ആദ്യത്തെ ഫോട്ടോ നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് റോയണ്ണന് സ്ട്രോക്ക് വന്നിട്ട് ഒരു വശം സ്വാധീനമില്ലാതായ അവസ്ഥയിലിരിക്കുന്ന വ്യക്തിയാണ്. എന്നിട്ടും നമ്മുടെ MLA കാണാനുള്ള ആവേശത്തിൽ ഞങ്ങൾ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് അവിടെ ഓഫീസിൽ കൊണ്ടുവന്നിരുത്തി, MLA വരുന്നിടത്ത് കൊണ്ടുവന്നിരുത്തി. അവിടെ വന്ന് MLAക്ക് മാലയൊക്കെ ഇട്ടു. തിരിച്ച് ഞങ്ങളുടെ റോയണ്ണനോട് ഞങ്ങളുടെ MLA പ്രതികരിച്ച ആ ഒരു രീതി കണ്ടിട്ട് എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞുപോയി. എന്താണെന്ന് ചോദിച്ചാൽ, അത്രയ്ക്കൊരു സ്നേഹം. ഇത്രയും വർഷം LDFിൻ്റെ സഹയാത്രികയായി മുന്നോട്ട് പോയിട്ട് ഇങ്ങനെ ഒരു MLAയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു സ്നേഹം ഞാൻ കണ്ടിട്ടില്ല. എനിക്കും കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു സ്നേഹം. സത്യമായിട്ടും പറയാണ്. റോയണ്ണനെ അത്രത്തോളം ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിൻ്റെ നെറുകയിൽ മുത്തം വെച്ച് അങ്ങനെ ഒരു സഹോദരനായിട്ടാണ് നമ്മുടെ MLA ഇടപെട്ടത്. അതാണ് ഞങ്ങൾ പറയുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം. ഞങ്ങൾക്ക് MLA ആയിട്ടല്ല തോന്നുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടപ്പിറപ്പായിട്ട് തന്നെയാണ് ഞങ്ങളുടെ സഖാവ് പ്രമോദ് നാരായണനെ ഞങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് അദ്ദേഹം. ഞങ്ങൾക്ക് റാന്നിയെ സംബന്ധിച്ച്, അല്ലെ ഇവിടെയുള്ള ഓരോ വ്യക്തികളെ സംബന്ധിച്ച് അദ്ദേഹം ഞങ്ങളുടെ കൂടപ്പിറപ്പാണ്. അതുപോലെ രണ്ടാമത്തെ ഫോട്ടോയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ തോളിൽ കയറ്റി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഞാൻ. വേറെ ഒരു ജനപ്രതിനിധിയുടെ അടുത്തും ഇത്ര സ്വാതന്ത്ര്യത്തോടെ ഇടപെടാനോ ഇത്ര സ്നേഹത്തോടെ ചേർത്ത് നിർത്താനോ ഒന്നും സാധിക്കില്ല. എനിക്കിന്നുവരെ സാധിച്ചിട്ടില്ല. പക്ഷേ ഇത് ഞാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് എൻ്റെ കൂടപ്പിറപ്പിനെ എന്ന പോലെ എന്നോടും ഞാനും അങ്ങോട്ടേക്കും അങ്ങനെ തന്നെ ഒരു വലിയ സ്നേഹം അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞു. അതുപോലെ ചാനലുകാർ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മഞ്ജു എവിടെ, മോളെവിടെ എന്നൊരു ചോദ്യം. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഇത്ര ജനങ്ങളുടെ ഒരു MLA മഞ്ജു എന്ന ഈ വ്യക്തിയെ പേരെടുത്ത് വിളിക്കുന്നു. എനിക്കത് സത്യമായിട്ട് ഞാൻ ഇപ്പോൾ പറയുമ്പോഴും എൻ്റെ സ്നേഹം കൊണ്ട് എൻ്റെ കണ്ണ് നിറയുവാണ്. അപ്പോൾ അണികളിൽ ഓരോരുത്തരെയും തിരിച്ചറിയുന്ന ആ സ്നേഹം, അതാണ് ഞങ്ങളുടെ MLA, അതാണ് ഞങ്ങളുടെ പ്രമോദ് നാരായൺ, അഡ്വക്കേറ്റ് പ്രമോദ് നാരായൺ, സഖാവ് പ്രമോദ് നാരായൺ. അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നതും. ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണം എന്നത് ഞങ്ങളുടെ പ്രമോദ് നാരായണനെ കണ്ടു വേണം ഓരോരുത്തരും പഠിക്കാൻ. അങ്ങനെയാണ് അദ്ദേഹം. അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രമോദ് നാരായണനാണ്. നമ്മളെല്ലാവരും വോട്ട് ചെയ്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കുമാറാകണം. എന്താണെന്ന് ചോദിച്ചാൽ, ഇനി റാന്നിക്ക് ഇങ്ങനെ ഒരു MLA കിട്ടത്തില്ല. അതുകൊണ്ട് ഓരോ അണികളും വളരെ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോവുക, അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക, വിജയിപ്പിക്കുക. അപ്പോൾ ലാൽ സലാം.